ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കുന്നത് MAT 204 മൊഡ്യൂൾ 3 ആണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി റാൻഡം പ്രോസസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡിലെ മൊഡ്യൂൾ 3 S4. അപ്പം റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. എന്താണ് റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുന്നേ ഉള്ള മൊഡ്യൂളുകളിൽ എന്താണ് ഡിസ്ക്രീറ്റ് എക്സ്പെരിമെൻ്റ് എന്ന്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സ്പെരിമെൻറ്റുകളിലെല്ലാം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് സ്പേസുകളിലെല്ലാം ടൈം ഇൻകോപ്പറേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റാൻഡം പ്രോസസ്സ്. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ പഠിച്ചു വയ്ക്കാം. ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ടൈം ഇൻകോപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ആ രീതിയിൽ നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റിനെ 4 ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഈ 4 ബോക്സിലായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്, ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്, കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്, കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്. ഇതിന് പറയുന്നതിന് തന്നെ ഒരു താളം ഉണ്ടല്ലേ. കാര്യം എന്താ, എല്ലാത്തിൻ്റെയും മിഡിൽ ടേം വന്നേക്കുന്നത് റാൻഡം എന്ന വേർഡാണ്. തുടങ്ങുന്ന നോക്കിയേ, ഇത് രണ്ടും തുടങ്ങുന്നത് ഡിസ്ക്രീറ്റിലും ഇത് രണ്ടും തുടങ്ങുന്നത് കണ്ടിന്യൂസിലുമാണ്. ഇനിയുണ്ട് സാദൃശ്യം, ഇത് രണ്ടും അവസാനിക്കുന്നത് സീക്വൻസിലും ഇത് രണ്ടും അവസാനിക്കുന്നത് പ്രോസസ്സിലുമാണ്. അപ്പോൾ പേര് വെച്ച് തന്നെ നമുക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നെയിം ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റേറ്റ് സ്പേസ്, എസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്പേസ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഫെമിലിയർ ആണ് ആ ഒരു വേർഡിനോട്. സാമ്പിൾ സ്പേസ് ആണ്. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമാണ്. നമ്മൾ കണ്ടിന്യൂസ് എക്സ്പെരിമെൻറ്റും പഠിച്ചായിരുന്നു, ഡിസ്ക്രീറ്റ് എക്സ്പെരിമെൻറ്റും പഠിച്ചായിരുന്നു അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് സ്പേസ് അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആവുന്ന കേസിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്താം. ആ സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസ് ആവുന്ന കേസിലും എക്സ്പെരിമെൻറ്റ് നടത്താം. അതുപോലെ തന്നെ ടൈം, എനിക്കൊരു ലിമിറ്റഡ് ടൈം പീരീഡ് വെച്ചിട്ടും എക്സ്പെരിമെൻറ്റ് നടത്താം. അതുപോലെ തന്നെ ടൈം പീരീഡ് ഇല്ലാതെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻറ്റ് നടത്താൻ പറ്റും. ഞാൻ ഈ സാമ്പിൾ സ്പേസും ഡിസ്ക്രീറ്റ് ആക്കി വെക്കുന്നു, ടൈമും ഡിസ്ക്രീറ്റ് ആക്കി വെക്കുന്നെങ്കിലാണ് എനിക്ക് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് റിസീവ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, എൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഏതാണോ അതാണ് ഞാൻ ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ നൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഏതെന്ന് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ കയ്യിൽ തരുന്ന റാൻഡം പ്രോസസ്സിൻ്റെ പേര് ഡിസ്ക്രീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓർത്തോണം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആണ്. രണ്ടാമത്തെ ടേം നമുക്കറിയാം റാൻഡമാണ്. മൂന്നാമത്തെ ടേം, അതായത് എൻഡ് ചെയ്യുന്ന ടേം സീക്വൻസിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്ക് തന്നേക്കുന്ന ടൈം ഡിസ്ക്രീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തെടുത്ത് നോക്കി ഒരു റാൻഡമായിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തു. ഞാൻ ഇത് ചൂസ് ചെയ്തു. നോക്കിയേ, വേർഡ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്, കണ്ടിന്യൂസ് എന്ന ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് എന്ന ടേം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആരാണ്, കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വേർഡ് എൻഡ് ചെയ്യുന്നത് പ്രോസസ്സിലാണ് എങ്കിൽ നിങ്ങളുടെ ടൈം ആരായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ നോക്കിയതാ, ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ് തുടങ്ങുന്നത് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസിലാണ് റാൻഡമാണ് മിഡിൽ ടേം, അത് നമുക്ക് കാര്യമുള്ള കാര്യമല്ല. പ്രോസസ്സിലാണ് എൻഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആണ് ടൈം. അതുപോലെ എല്ലാം. ഓക്കെ, ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിവിടെ ഈ എഴുതിയേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താണ് എന്നുള്ളതൊന്ന് ഫെമിലിയർ ചെയ്യാൻ വേണ്ടി എഴുതിയേക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് എഴുതിയേക്കുന്നത്. ഒരെണ്ണം നമുക്ക് നോക്കാം. ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്, if the time and the state space are discrete, then the random process is called discrete random sequence. ഇനി ഇതിനൊരു എക്സാമ്പിൾ അവർ പറഞ്ഞേക്കുന്നത് എന്തുവാണ്, എക്സ് എൻ upon the outcome of the nth toss of a coin, then n greater than or equal to 1 is a discrete random sequence. n കോയിൻസ് അവരെന്ത് ചെയ്യുന്നു, ഒരു ടൈം പീരീഡിൽ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. ടൈമും അവിടെ ഡിസ്ക്രീറ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ സാമ്പിൾ സ്പേസും ഡിസ്ക്രീറ്റ് ആണ്. അതുപോലെ ബാക്കി രണ്ടെണ്ണം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യം. നിങ്ങളത് വെച്ചിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഇനി അടുത്തത് നോക്കിയേ, നമ്മൾ കഴിഞ്ഞ 2 മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ റിമാർക്കായിട്ട് എഴുതി വെച്ചേക്കുന്നത്. മീൻ കണ്ടുപിടിക്കുന്നത്, മീൻ എന്ന് പറയുന്നത് മ്യൂ എക്സ് അല്ലെങ്കിൽ ഇ ഓഫ് എക്സ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്,
സബ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഇതേ കാര്യം തന്നെ നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്, കണ്ടിന്യൂസ്ലി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുന്നതിനേക്കാൾ ഇത് നോക്കിയാലും മതി. ഇത് നമ്മൾ എക്സ് ഇട്ട് മാത്രമാണ്. ഇതിപ്പോൾ എക്സ് ഓഫ് ടി ഇട്ട് നമ്മൾ എക്സ് ഓഫ് ടി ഇട്ടായിരിക്കും ഈ മൊഡ്യൂളിൽ കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതാ നോക്കി, മ്യൂ എക്സ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ആരാണ്? സബ്മേഷൻ എക്സ് ഓഫ് ടി ഇൻറ്റു പി ഓഫ് എക്സ് ഓഫ് ടി. ഇത് ഡിസ്ക്രീറ്റിൽ. ഇതേ കാര്യം തന്നെ കണ്ടിന്യൂസിലാവുമ്പം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഓഫ് ടി ഡി എക്സ്. ഈ പിയും എഫും മാറുന്നത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമില്ല. അത് ജസ്റ്റ് ജസ്റ്റ് നൊട്ടേഷനാണ്. നമ്മൾ ഡിസ്ക്രീറ്റിൽ പി ഡി എഫ് നമ്മൾ പി ആയിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നു, കണ്ടിന്യൂസിൽ നമ്മൾ പി ഡി എഫ് എഫ് ആയിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നു. അതിൽ വലിയ കാര്യമില്ല. നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എഴുതുന്നതാണ്. നമ്മളിപ്പോൾ എഫ് എന്ന് എഴുതി വെച്ചിട്ട് അത് നമ്മൾ ഡിസ്ക്രീറ്റ് ആണെന്ന് ഡിഫൈൻ ചെയ്താൽ അത് ഡിസ്ക്രീറ്റ് ആണ്. നമ്മുടെ എയിം ഇതാണ്. ഈ സബ്മേഷനും ഇൻ്റഗ്രേഷനുമാണ് മെയിൻ ആൾ. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സബ്മേഷനാണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രേഷനാണ്. ആ വ്യത്യാസമാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നൊട്ടേഷനിൽ വരുന്ന വ്യത്യാസമാണ്. ഇതേ മാറ്റം എവിടെയും വരുന്നുണ്ട്? വേരിയൻസിൽ ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അതിൽ നമുക്ക് വിഷയമുള്ള കാര്യമില്ല. ഇ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഉണ്ട്. എന്താണോ ഈയുടെ അകത്ത് വരുന്നത് അതേ ഇൻറ്റു പി ഡി എഫ് ആണ് ആൻസർ. അതേ ഇൻറ്റു പി ഡി എഫ്. അതിൻ്റെ കൂടെ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സബ്മേഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഡി ടിയും കൂടെ വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ പ്രീവിയസ് ഡേറ്റാസാണ്. ഇനിയാണ് നമ്മൾ മൊഡ്യൂളിലോട്ട് കയറാൻ പോണത്. മൊഡ്യൂളിലെ മെയിൻ ആശാന്മാരെയാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഓട്ടോ കോറിലേഷൻ, ഓട്ടോ വേരിയൻസ്, ക്രോസ് കോറിലേഷൻ, ക്രോസ് വേരിയൻസ്. എന്താണിതെന്ന് നോക്കാം. എന്താണ് ഓട്ടോ കോറിലേഷൻ? RxX ഓഫ് T1, T2 ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓട്ടോ കോറിലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, E ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2. ഇക്വേഷൻ കാണാതെ പഠിച്ചേ പറ്റൂ. RxX ഓഫ് ടോ പേടിക്കണ്ട. ഈ ടി എ ഇൻ ടേംസ് ഓഫ് ടോയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളിനി താഴെ അങ്ങോട്ട് പഠിക്കും. ഈ പുള്ളിക്കാരനാണ് ആൾ. അതായത് ഈ T1ൻ്റെയും T2ൻ്റെയും ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ടോ. അതായത് T1 മൈനസ് T2 ഈക്വൽ ടു ടോ എന്ന് വിളിക്കുന്നു. ഞാൻ ഇതിൽ T1 എന്ന് പറയുന്നതിനെ T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T മൈനസ് T2 ഈസ് ഈക്വൽ ടു ടോ എന്ന് കിട്ടും. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു ടോ പ്ലസ് T2 എന്ന് എഴുതാം. ഇതൊക്കെ നമുക്ക് വലിയ ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ ടോ എന്ന് പറയുന്നത് T1 മൈനസ് T2 ആയിട്ടൊക്കെ അങ്ങ് എടുത്താൽ മതി. അതല്ലാതെ ഈ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ആവശ്യം വരുന്നില്ല. നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. ടൈം ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ടോ. അതാണ് നമുക്ക് അറിയേണ്ട പോയിന്റ്. നമ്മൾ അത്രയും അറിഞ്ഞാൽ മതി. ദെൻ നമ്മൾ അടുത്ത പോണ ടോപ്പിക് എന്ന് പറയുന്നത് ഓട്ടോ കോ വേരിയൻസ് ആണ്. എന്താ ഓട്ടോ കോ വേരിയൻസ്? ഓട്ടോ കോ റിലേഷനെ നമ്മൾ RxX ഓഫ് T1, T2 എന്ന് റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ ഓട്ടോ കോ വേരിയൻസിനെ CxX ഓഫ് T1, T2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ വേരിയൻസിൻ്റെയൊക്കെ വേറൊരു ടൈപ്പായിട്ട് നമുക്ക് പറയാം. അതായത് RxX ഓഫ് T1, T2യിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇവിടെ നമ്മൾ E ഓഫ് x1 ഇൻറ്റു x2 ആണ് ചെയ്തതെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ചെയ്യണം. E ഓഫ് x1 ഇൻറ്റു E ഓഫ് x2 സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് വേണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഓട്ടോ കോ റിലേഷനിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട്? സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. നമ്മൾ വേരിയൻസും ഏകദേശം ഇതേപോലെ അല്ലായിരുന്ന E ഓഫ് എക്സ് സ്ക്വയറിൽ നിന്ന് E ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതുപോലെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിനെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ച് കുളമാക്കരുത്. നിങ്ങളുടെ കൺവീനിയൻ്റ് ഏതാണോ ആ രീതിയിൽ ഓരോ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യുക. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ എങ്ങനെയാണോ നമുക്ക് ഏറ്റവും എളുപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ക്രോസ് കോ റിലേഷൻ. അതായത് ആ പേരിൽ തന്നെയുണ്ട് ക്രോസ് കോ റിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ടും എക്സ് ആയിരുന്നു അല്ലേ? RxX അതിന് പകരം RxY വരുന്നു. അതേങ്ങനെ ഒന്നുമില്ല. എക്സ് നേരത്തെ നമ്മൾ ഇവിടെ എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2 എന്ന് പറഞ്ഞ സ്ഥാനത്ത് എക്സ് ഓഫ് T1 ഇൻറ്റു Y ഓഫ് T2 എന്ന് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ക്രോസ് കോ വേരിയൻസും അങ്ങനെ തന്നെ. CxX ഓഫ് T1, T2 എന്നുള്ളത് RxY ഓഫ് T1, T2 E ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു E ഓഫ് Y ഓഫ് T2. ആ ഒരു വ്യത്യാസം. ഇനി ഇതിൻ്റെ കൂടാതെ വേറെ വരുന്ന ഒരാളാണ് ഈ T1ഉം T2ഉം ഒരേ ആളായിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ്? RX ഓഫ് T1, T T, RxX ഓഫ് T, T എന്ന് നമുക്ക് എഴുതാം. RX ഓഫ് T എന്ന് T, T എന്ന് പറയുന്നത് E ഓഫ് എക്സ് സ്ക്വയർ ഓഫ് T. അതെന്തുകൊണ്ട് E ഓഫ് എക്സ് സ്ക്വയർ വന്നാൽ എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2ന് പകരം എക്സ് ഓഫ് T ഇൻറ്റു എക്സ് ഓഫ് T. എക്സ് ഓഫ് T ഇൻറ്റു എക്സ് ഓഫ് T ആരാ? എക്സ് സ്ക്വയർ ഓഫ് T. അതുപോലെ ഇവിടെയും ആ വ്യത്യാസം വരും. എക്സ് സ്ക്വയർ ഓഫ് T ആണ് ആരെന്ന് പറയുന്നത്?
എനിക്ക് കിട്ടിയ RxX(t) എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതോടെ എഴുതിയത്. നിങ്ങൾ RxX(t) എന്ന് മാത്രം എഴുതിയാലും അല്ലെങ്കിൽ RxT, T എന്ന് എഴുതിയാലും മതി. ഇതെങ്ങനെയാണ് ഇത് വന്നത്? Ex(t1) × Ex(t2) ആണ് എനിക്ക് വേണ്ട ആൾ. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് വേരിയൻസ് ഓഫ് X(t). അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ മൊഡ്യൂളിൽ നമുക്കിനി അങ്ങോട്ട് ആവശ്യമുള്ള മെയിൻ പോയിൻറ്റ്സ്. ഇതിനേക്കാളും വില്ലന്മാർ അങ്ങോട്ട് വരും, എന്നാലും ഈ മൊഡ്യൂളിൻ്റെ ഒരു കാതലായിട്ടുള്ള ഭാഗമാണ് ഈ ഒരു സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. ഒരു പ്രോബ്ലം നോക്കിയേ. ഒരു റാൻഡം പ്രോസസ്സ്, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. എ റാൻഡം പ്രോസസ് X(t) ഈസ് ഡിഫൈൻഡ് ബൈ X(t) = k cos ωt t greater than or equal to 0, where omega is a constant and k is uniformly distributed between 0 and 2. Determine the following. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ E of X(t). രണ്ടാമത്തെ ക്വസ്റ്റ്യൻ the autocorrelation function of X(t). മൂന്നാമത്തെ ക്വസ്റ്റ്യൻ the autocovariance function of X(t). അതായത് നമുക്ക് നമ്മളെ പരീക്ഷയ്ക്ക് നമ്മളെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഏകദേശം ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് ഇരിക്കുന്നത് ഈ സെൻറ്റൻസുകളിലാണ്. നമുക്ക് തോന്നും അതാണ് അതിനകത്ത് ചെറിയ സെൻറ്റൻസ്, അല്ല, അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എല്ലാത്തിലും ഉള്ളത്. നമുക്ക് കണ്ടുടനെ നമ്മൾ വായി തോന്നുന്ന കണക്ക് എഴുതി വെക്കരുത്. ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ഇതിനകത്ത് ആരാണ് കോൺസ്റ്റൻറ്റ്, ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്, അതിനാണ് ഇമ്പോർട്ടൻസ്. അത് വെച്ചിട്ടിരിക്കും നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അതാ നോക്കി, ഇവിടുത്തെ ഫംഗ്ഷൻ ഇതാണ്. ഇവിടെ എൻ്റെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? E of X(t), ദാറ്റ് ഈസ് മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഓട്ടോകോ റിലേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഓട്ടോകോ വേരിയൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മീനിൻ്റെ ഇക്വേഷൻ എനിക്കിതാ ഇവിടെ നിന്ന് അറിയാം. അതുപോലെ തന്നെ ഓട്ടോകോ റിലേഷൻ്റെ ഇക്വേഷൻ അറിയാം, ഓട്ടോകോ വേരിയൻസിൻ്റെ ഇക്വേഷൻ അറിയാം. ഇത് മൂന്നും അറിയാം. അത് ആദ്യമേ അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, അത് എഴുതി വെക്കുന്നത് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അവിടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ മെയിൻ പോയിൻറ്റ്സിലോട്ട് പോവുകയാണ്. ഒമേഗയും അതുപോലെ തന്നെ ടിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അതിനെ നോക്കണ്ട. ഞാൻ നോക്കുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. എനിക്കിവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യനകത്ത് കെ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഏത് ഡിസ്ട്രിബ്യൂഷൻ? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കുറേ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചായിരുന്നു. ബൈനോമിയൽ, പോയിസോൺ, യൂണിഫോം, എക്സ്പോണൻഷ്യൽ, നോർമൽ, അങ്ങനെ കുറേ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചായിരുന്നു. ഇത് കൂടുതലും നമുക്ക് അവിടെ മാത്രമേ വരുന്നു എന്ന് നമുക്കുള്ള രീതിയിൽ അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈ മൊഡ്യൂളിൽ ഇങ്ങനെ പറയും, അതായത് ഇന്ന ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അപ്പം നമ്മൾ ഓർത്തോണം. നമുക്ക് മൊഡ്യൂൾ 1 ആണെങ്കിൽ നമ്മൾ പറയും സബ്മേഷനാണ്, മൊഡ്യൂൾ 2 ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ ആണെന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും. മൊഡ്യൂൾ 1 ആണോ 2 ആണോ 3ൽ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളെല്ലാം ഒന്നൊന്ന് അറിഞ്ഞിരിക്കണം. കൂടുതലും യൂണിഫോമൊക്കെ തന്നെ ആയിരിക്കാം വരുന്നത്. എന്നാലും നമ്മളൊന്നും കുറച്ചും കൂടെ അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കണം. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇന്ന കാര്യങ്ങളാണ് പഠിച്ചത്, അതിലാണ് സബ്മിഷൻ കൊടുക്കേണ്ടത്. സെക്കൻഡ് മൊഡ്യൂളിൽ ഇന്ന കാര്യങ്ങളാണ് പഠിച്ചത്, അതിനാണ് ഇൻ്റഗ്രേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു സമ്മറി നോക്കി വെച്ചേക്കണം. ഓക്കെ, പറ്റുകയാണെങ്കിൽ അത് മാത്രം ചെയ്തുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇടാം. എന്തൊക്കെയാണ് കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അത് നോക്കിയേ, കെ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ 0 and 2. അപ്പോൾ ഇതിൽ നോക്കിയേ, കെ എന്ന് പറയുന്ന ആൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം. നമുക്ക് എക്സ് എന്ന് പറയുന്ന ആൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണെന്നറിയാം, അതിൻ്റെ മീൻ ഇങ്ങനെയാണെന്നറിയാം, വേരിയൻസ് ഇങ്ങനെയാണെന്നറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാണ്. ഏത് ഇൻ്റർവെല്ലിൽ? എ മുതൽ ബി വരെയാണോ? 0 മുതൽ 2 വരെ. അതാണ് 0 മുതൽ 2 വരെ. ഈ ബി മൈനസ് എ എന്ന് പറയുമ്പം 2 - 0. അതുപോലെ ഇ ഓഫ് കെ എന്താണ്? a+b/2. ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ എന്നാണ് ഞാനത് എഴുതിയത്. ഈ ഇക്വേഷൻ എന്നാണ് ഞാനത് എഴുതിയത്. പിന്നെ ഇവിടെ നമുക്ക് തോന്നും വേരിയൻസ് എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന? വേരിയൻസിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. വേരിയൻസിൻ്റെ ആവശ്യമൊക്കെ നമുക്ക് പതിയെ വരും. അല്ലെങ്കിൽ അവിടെ വെച്ച് കണ്ടുപിടിച്ചാലും മതി. ഇവിടെ വെച്ച് ഇനിയിപ്പോൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ളവർക്ക് വേണ്ട, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാനിവിടെ നേരത്തെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വേരിയൻസ് കൂടെ ഇക്വേഷനിൽ വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ച് വെച്ചു. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ് എന്നുള്ള രീതിയിൽ. അപ്പം അതൊക്കെ അറിഞ്ഞുകൂടാത്തവർ അതൊന്നും കൂടെയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ഈ മൊഡ്യൂളിലോട്ട് ഇറങ്ങാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇ ഓഫ് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കാനാണ്. ഇ ഓഫ് കെ ഞാൻ കണ്ടുപിടിച്ചോളൂ. എൻ്റെ ക്വസ്റ്റ്യൻ ഇ ഓഫ് എക്സ് ഓഫ് ടി ആണ്, അത് മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ അതാ നോക്കി ഞാൻ ഇ ഓഫ് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കാൻ പോവുകയാണ്. വാല്യൂ ഇ ഓഫ് എക്സ് ഓഫ് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നോക്കി കോസ് ഒമേഗ ടി കോൺസ്റ്റൻ്റ് അല്ലേ, ഞാൻ അതിനെ പുറത്തെടുത്തു. ഇ ഓഫ് കെയിൽ ഞാൻ തൊട്ട് മുന്നേ 1 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, ആ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതാണ് ഇതാ കിട്ടി. അടുത്ത ആർ അത് ആരാണ്, ഇത് മീനാണ്. ഇനി അടുത്ത ഓട്ടോകോ റിലേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആർ എക്സ് എക്സ് ഓഫ് ടി 1 കോമ ടി 2, അതായത് ഇ ഓഫ് എക്സ് ഓഫ് ടി 1 ഇൻറ്റു എക്സ് ഓഫ് ടി 2 ഇക്വേഷൻ. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ എക്സ് ഓഫ് ടി 1 എന്ന് പറയുമ്പം കെ കോസ് ഒമേഗ ടി 1, എക്സ് ഓഫ് ടി 2 എന്ന് പറയുമ്പോൾ കെ കോസ് ഒമേഗ ടി 2. ഇതിൽ നിന്ന് ആര് പോയി, കോസ് ഒമേഗ ടി 1ഉം കോസ് ഒമേഗ ടി 2ഉം കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പുറത്തെടുത്തു. ബാലൻസ് ഉള്ളത് കെ ഇൻറ്റു കെ അല്ലേ, കെ ഇൻറ്റു കെ ആര്, കെ സ്ക്വയർ കിട്ടി. കെ സ്ക്വയർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, എൻ്റെ കയ്യിൽ വേരിയൻസ് ആരെന്നുണ്ട്, 1/3 എന്നുണ്ട്. വേരിയൻസ് ആരാണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ, എഴുതാൻ പറ്റിയില്ല. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തത്തിൽ ആരാണ് വേരിയൻസ്, അതിൻ്റെ വാല്യൂ ആണ് 1/3 എന്ന് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എനിക്കറിയാമല്ലോ 1 ആണെന്ന്. അപ്പോൾ 1 സ്ക്വയർ 1 അല്ലേ, ഈ 1നെ ഇപ്പുറത്ത് കൊണ്ടുപോയേ. അപ്പോൾ 1/3 ഇവിടെ -1 അല്ലേ, ഇപ്പുറത്ത് വരുമ്പോൾ ആരാവും, +1. അതാണ് ആരെന്ന് പറയുന്നത്, ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് എത്ര വരും, 4/3 എന്ന് വരും. 4/3 ആണ് ആര്, ഇ ഓഫ് എക്സ് സ്ക്വയർ. അതാ നോക്കി, അതാണ് ഈ 4/3. അതാണ് ഞാനിവിടെ നോട്ട് ചെയ്തേക്കുന്നത്, കണ്ടോ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് കെ സ്ക്വയർ മൈനസ് ഇ ഓഫ് കെ ദ ഹോൾ സ്ക്വയർ ആണ് 1/3. ദറ്റ് ഈസ് വേരിയൻസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതിൽ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം 1 എന്ന്. അതാണ് ഇവിടെ -1 ആണ്, ഇപ്പുറത്ത് പോയി +1 ആവുന്നത്, മൈനസിനെ ഇട്ടിരിക്കുന്ന +1 ആവുന്നത്. അതാണ് നമുക്ക് 4/3 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോകോ റിലേഷനായി. ഇത് രണ്ടുമായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. ഇനി എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓട്ടോകോ വേരിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. എങ്ങനെയാണ് ഓട്ടോകോ വേരിയൻസ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെ കണ്ടുപിടിക്കും. ഇ ഓഫ് ഒരു സെക്കൻഡ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ, എഴുതിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാ നോക്കി, എൻ്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ്. ഈ ഓട്ടോകോ റിലേഷനിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഓട്ടോകോ വേരിയൻസിൽ നിന്ന് ഇ ഓഫ് എക്സ് ഓഫ് ടി 1 ഇൻറ്റു ഇ ഓഫ് എക്സ് ഓഫ് ടി 2 ചെയ്യണം. അപ്പം ഇ ഓഫ് എക്സ് ഓഫ് ടി 1 ഇൻറ്റു ഇ ഓഫ് എക്സ് ഓഫ് ടി 2 ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നോക്കിയേ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇ ഓഫ് എക്സ് ഓഫ് ടി 1 ആണ് ഞാൻ എഴുതിയേക്കുന്നത്. എക്സ് ഓഫ് ടി 1 എന്ന് പറയുമ്പോൾ ഇ ഓഫ് കെ കോസ് ഒമേഗ ടി 1, കോസ് ഒമേഗ ടി 1 പുറത്തെടുത്തു. ഇ ഓഫ് കെ ആരാണ്, 1 ആണ്. അപ്പോൾ ഈ കോസ് ഒമേഗ ടി 1. അതുപോലെ ഇ ഓഫ് എക്സ് ഓഫ് ടി 2 ആണെങ്കിലോ, കെ കോസ് ഒമേഗ ടി 2. അപ്പോൾ കോസ് ഒമേഗ ടി 2 പുറത്തെടുത്ത് ഇ ഓഫ് കെയുടെ വാല്യൂ ഏതാണ്, 1 ആണ്. അപ്പോൾ കോസ് ഒമേഗ ടി 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നമ്മുടെ ഓട്ടോകോ റിലേഷൻ എന്ന് പറയുന്നത് 4/3 കോസ് ഒമേഗ ടി 1 ഇൻറ്റു കോസ് ഒമേഗ ടി 2 ആണെന്ന് കിട്ടി. മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് ടി 1 കോസ് ഒമേഗ ടി 1 ആണെന്ന് കിട്ടി. ഇ ഓഫ് എക്സ് ഓഫ് ടി 2 കോസ് ഒമേഗ ടി 2 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ പോരെ, അത് സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. എന്ത് ചെയ്യണം, കോസ് ഒമേഗ ടി 1 ഇൻറ്റു കോസ് ഒമേഗ ടി 2 കോമൺ എടുക്കണം. കോസ് ഒമേഗ ടി 1 ഇൻറ്റു കോസ് ഒമേഗ ടി 2 കോമൺ എടുത്ത് ബാലൻസിന് ഇവിടെ ആരാ ഉള്ളത്, 4/3. ഇവിടെ ആരാ ഉള്ളത്, -1. ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതാ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 1 കഴിയുമ്പം -3, 4 - 3 1/3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1/3 കോസ് ഒമേഗ ടി 1 ഇൻറ്റു കോസ് ഒമേഗ ടി 2 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ആ ഒരു പേജ് PDF ആക്കിയോ വന്നില്ല കേട്ടോ, ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യനൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ബൈ ദ റാൻഡം പ്രോസസ് തന്നിട്ടുണ്ട്. വെയർ ഒമേഗ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഇൻ്റർവെൽ 0 to π. ഫൈൻഡ് മീൻ ഓട്ടോകോ റിലയൻസ് ആൻഡ് ഓട്ടോകോ വേരിയൻസ്. സെയിം ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ആര് എന്ത് ഫോളോ ചെയ്തേക്കുന്നതാണ്,
ഇവിടെ നമുക്ക് തീറ്റയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് തന്നിരിക്കുന്നത് ഇൻ ദ ഇൻ്റർവൽ 2π. അപ്പോൾ എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. അതിലിപ്പോൾ നമ്മൾ ആരെയാണ് എഴുതാൻ പോണത്? തീറ്റയുടെ കേസിലാണ് എഴുതാൻ പോണത്. അപ്പോൾ തീറ്റ ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇൻ്റർവൽ 0 to π. എഫ് ഓഫ് തീറ്റ 2π - 0. അപ്പോൾ എന്ത് കിട്ടും? 2π എന്ന് കിട്ടും. ഇ ഓഫ് എക്സ് ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കും? കോസ് ഒമേഗ ഇ ഓഫ് 2 cos 5t + തീറ്റ. ഇതിൽ നിന്ന് cos 5t + തീറ്റ പുറത്തെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എനിക്ക് വേണ്ട ആൾ തീറ്റയാണ്, അയാൾ കോസിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ കോസിനെ എനിക്ക് വെളിയിലെടുക്കാൻ പറ്റില്ല. ആരെ എടുക്കാം? 2നെ വെളിയിലെടുക്കാം. cos ഒമേഗ 5t + തീറ്റ അതിനകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ എനിക്കിനി ഇ ഓഫ് എന്താണെന്നുള്ളത് എഴുതാൻ പോവുകയാണ്. നമുക്ക് നേരത്തെ ഇൻറ്റഗ്രേഷൻ ഒന്നും വന്നില്ലല്ലേ? ഒരു പാവപ്പെട്ട 1 കിട്ടിയോണ്ടും കെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടും എളുപ്പമുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. നമുക്കിവിടെ എത്തുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് യൂണിഫോം ആകുമ്പം ഇൻറ്റഗ്രേഷൻ ആണോ ഇടേണ്ടത്, അതുപോലെ തന്നെ സബ്മേഷൻ ആണോ ഇടേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിവിടെ യൂണിഫോം ആകുമ്പോൾ ഓർത്തോണം സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ആണ്. ഞാൻ ഇൻറ്റഗ്രേഷൻ ഇട്ടു. cos 5t + തീറ്റ എന്താണോ ഈയുടെ അകത്ത് തന്നേക്കുന്ന ആ പുള്ളിക്കാരനെ എടുത്തെഴുതി. എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. എന്താണ് എഫ് ഓഫ് തീറ്റ? 2π കോൺസ്റ്റൻ്റ് അല്ലേ? പുറത്തെടുക്കാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ക്യാൻസലായി പോയിട്ട് 1/π വരും. അടുത്തത് എന്താണ്? 0 to 2π cos 5t + തീറ്റ. അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, കോസിൻ്റെ ഇൻറ്റഗ്രലാണ് വരുന്നത്. കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? സൈൻ 5t + തീറ്റ. ഇനി തീറ്റയുടെ ഇൻറ്റഗ്രൽ എത്രയാണ്? 1/1 അപ് ടു 0 to 2π കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2π അല്ലേ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ 5t + 2π മൈനസ് സൈൻ 5t + 0 ദാറ്റ് ഈസ് സൈൻ 5t. ഇനി ഒരു കാര്യം ഒന്ന് നോക്കിയിടാ. നമുക്ക് ഇപ്പം ഇതെന്ന് പറയുന്നത് എനിക്കിവിടെ ഇതൊരു ആംഗിളുണ്ട് കേട്ടോ. ഇതൊരു ആംഗിൾ തീറ്റയുണ്ട്. ഈ തീറ്റയിൽ നിന്ന് ഞാൻ 2π റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് സെയിം ആംഗിളല്ലേ കിട്ടൂ. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഏതെങ്കിലും ഒരു ആംഗിളിൻ്റെ കൂടെ +2π ആംഗിൾ ഇട്ട് കഴിഞ്ഞാലും ആ സെയിം ആംഗിൾ തന്നെ നമുക്ക് റിസീവ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ 5t + 2π എന്ന് പറയുന്നത് ആരാണ്? സൈൻ 5t. അപ്പോൾ സൈൻ 5t - 5t ആരാണ്? സൈൻ 5t - സൈൻ 5t ആരാണ്? 0. അങ്ങനെയാണ് എനിക്കിവിടെ ആൻസർ 0 റിസീവ് ചെയ്തത്. ഓക്കെ. ഇനി അടുത്തത് ഞാൻ കണ്ടുപിടിക്കാൻ പോണത് ഓട്ടോ കോ റിലേഷനാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ചത് ആരാണ്? മീനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോണത് ഓട്ടോ കോ റിലേഷനാണ്. എന്താ ഓട്ടോ കോ റിലേഷൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഓഫ് t1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 2 cos 5t1 + തീറ്റ. എക്സ് ഓഫ് ടി ആരാണ്? 2 cos 5t + തീറ്റ. t1 ആകുമ്പോൾ t1 + തീറ്റ. ഇവിടെ എക്സ് ഓഫ് t2 ആരാണ്? 2 cos 5t2 + തീറ്റ. 2 × 2 4 പുറത്തെടുക്കാമല്ലോ. അടുത്തത് cos 5t1 + തീറ്റ + cos 5t2 + തീറ്റയില്ലേ? cos a + cos bയുടെ ഇക്വേഷൻ നോക്കിയേ. 1/2 cos a + b + cos a - b അല്ലേ ഇക്വേഷൻ. അപ്പോൾ a എന്ന് പറയുന്ന ആരാണ്? 5t + തീറ്റ പ്ലസ് b എന്ന് പറയുന്ന ആരാണ്? 5t2 + തീറ്റ. അതാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. 5t1 + 5t2 + തീറ്റ + തീറ്റ. 5 കോമൺ എടുത്തു. 5t1 + തീറ്റ + 2 തീറ്റ. രണ്ടാമത്തേലോ 5t1 + തീറ്റ മൈനസ് a മൈനസ് b ആര്? 5t2 - തീറ്റ. 5t1 - t2 പ്ലസ് തീറ്റ - തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് 0. അപ്പോൾ 5t1 - t2 എന്ന് വരും. അത് വാല്യൂ ഇട്ട് കൊടുക്കുക. 1/2 പുറത്ത് കൊണ്ടുവരിക. അപ്പം 4 എന്ന് പറയുന്നത് 2 ആയി മാറും. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് അപ്ലൈ ചെയ്യുക? ഇ ഓഫ് അപ്ലൈ ചെയ്യുക. ഇ ഓഫ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഈയുടെ അകത്ത് കിടക്കുന്ന ആളെ ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ഈയുടെ അകത്ത് കിടക്കുന്ന ആൾ ഇത്രയും വലുതായിരുന്നു, അയാൾ അതുപോലെ എഴുതി. എഫ് ഓഫ് തീറ്റ ആരാണ്? 0 to 2π ആയിരുന്നു. 2π - 0 2π. 1/2π ആണ് ആൻസർ. ഇനി അടുത്തത് ഈ കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ. ഇവിടെയും കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ. ഇനി നോക്കിയടാ, നമുക്ക് ഇവിടെ കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എന്ന് നമ്മൾ എഴുതി. ഇവിടെ നമുക്ക് കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എഴുതാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ഇവിടെ നമ്മൾ കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എഴുതി. തീറ്റയുടെ ഡെറിവേറ്റീവ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എഴുതാൻ പറ്റൂല. കാര്യം cos 5t1 - t2 ആരാണ്? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ അതുപോലെ എഴുതി. ഇൻറ്റഗ്രൽ ഡി തീറ്റ മാത്രമേ ഉള്ളൂ. തീറ്റ ഫ്രം 0 to 2π കൊടുക്കണം. ഇവിടെ ഞാൻ എഴുതിയേക്കുന്ന സൈൻ എന്നാണ്. എന്ത് വരും? കോസ് എന്ന് വരും.
തീറ്റ ഫ്രം 0 to 2π എന്ന് വരും. ഇനി ആ വാല്യൂ ഇവിടെ കൊടുത്തു നോക്കിയേ, എന്ത് കിട്ടും? sin 5t1 പ്ലസ് t2 പ്ലസ് 4π എന്ന് വരും. മൈനസ് സൈൻ 5t1 പ്ലസ് t2. ഇവിടെ ഞാൻ ഏതാ കൊടുത്തത്? 2π ആണ് കൊടുക്കേണ്ടത് അല്ലേ? അതായത് നോക്കിയടാ, ഇവിടെ അപ്പർ ലിമിറ്റ് ആരാണ്? 0 to 2π ആണ്. അപ്പം ഞാൻ 2π കൊടുക്കുകയാണ്. 2π കൊടുക്കുമ്പം ഇതിൽ എഴുതിയേക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് 1/π, ഇവിടെ സൈനിൻ്റെത് sin 5t പ്ലസ് 2θ/2 ഓക്കെയാണ്. ഇവിടെ എന്തെന്ന് വരും? cos 5t പ്ലസ് 5t1 മൈനസ് t2 ഇൻറ്റു തീറ്റ ഫ്രം 0 to 2π എന്ന് വരും. ഇങ്ങനെയാണ് വരുന്നത്. മൊത്തത്തിൽ 0 to 2π. ഓക്കെ, അതിൽ തീറ്റയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ താണ്ട് തീറ്റ കിടപ്പുണ്ട്, ഞാൻ മൊത്തത്തിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 2π അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ sin 5t1 പ്ലസ് t2 പ്ലസ് 2 ഇൻറ്റു 2π ദാറ്റ് ഈസ് 4π/2 എന്ന് വരും. ഓക്കെ, അത് ഓക്കെയാണ്. ഇനി എൻ്റെ അടുത്ത് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് ഇതിൻ്റെ തന്നെ അപ്ലൈ ചെയ്യാതെ മതി. ഇതിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? sin 4/5t1 പ്ലസ് t2 പ്ലസ് 0/2. അതാണ് മൊത്തത്തിൽ ഞാൻ /2 ഇട്ട് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഇവിടെ കോസിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക്. ഇവിടെ കോസാണ്. കോസിന് എഴുതിയിട്ട് 5t1 പ്ലസ് t2 കോമൺ ആണ് പുറത്തെടുത്തിട്ട് തീറ്റയിലാണ് ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അപ്പർ ലിമിറ്റ് 2π മൈനസ് ലോവർ ലിമിറ്റ് 0. അപ്പോഴത്തേക്ക് അത് തീരും. അപ്പോൾ ഈ ഒരു ടേമിൽ ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു, ഈ ടേമിലും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. ഇനി നോക്കി, ഇത് sin 5t1 പ്ലസ് t2 പ്ലസ് 4π ആണ്. ദാറ്റ് ഈസ് 2π പ്ലസ് 2π. 2π ഒരു റൗണ്ട് കറങ്ങി വന്ന് കറക്റ്റ് ആ സ്ഥലത്ത് നിൽക്കും. വീണ്ടും ഒരു 2π കൂടെ കറങ്ങി വന്ന് ആ സ്ഥലത്ത് തന്നെ നിൽക്കും. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് ആദ്യത്തെ ആൻസർ തന്നെ കിട്ടും. ദാറ്റ് ഈസ് 5t1 പ്ലസ് t2 എന്ന് തന്നെ കിട്ടും. 5t1 പ്ലസ് t2 ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരു മൈനസ് sin 5t1 പ്ലസ് t2 ഒരെണ്ണമുണ്ട്. അത് രണ്ടും കൂടെ എന്തായിപ്പോവും? ക്യാൻസലായിപ്പോവും. ബാലൻസ് ഇനി ആരാ ഉള്ളത്? ഈ പുള്ളിക്കാരനേ ഉള്ളൂ. 2π sin അല്ലേ, ഇതും ഇവിടുത്തെ sin 5t1 പ്ലസ് t2 ഇവിടുത്തെ സൈൻ, അതായത് ഇത് രണ്ടുമാണ് ക്യാൻസലായി പോണത്. ഇത് അതുപോലെ റിമൈൻ ചെയ്യും. 2 cos 5t1 പ്ലസ് t2 ഇൻറ്റു 2π ഉണ്ട്. അതിൽ വെളിയിലൊരു പൈ കിടപ്പുണ്ട്. ആ പൈയായിട്ട് ക്യാൻസലായി പോവും. 2 അവിടെ റിമൈൻ ചെയ്യും. ദാറ്റ് ഈസ് 2 cos 5t1 പ്ലസ് t2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓട്ടോകോ വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കും? cxx ഓഫ് t1 t2. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്തെന്നാണ് കിട്ടിയത്? 2 cos 5. ഇവിടെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. 2 cos 5t1 മൈനസ് t2 എന്ന് എഴുതിയിട്ടുണ്ട്. മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് t1 എനിക്ക് എന്തെന്നാണ് കിട്ടിയത്? എക്സ് ഓഫ് t തന്നെ എന്തെന്നാണ് കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. അതിൽ t1 ഇട്ട് കൊടുത്താൽ 0 കിട്ടും, t2 ഇട്ട് കൊടുത്താൽ 0 കിട്ടും. ദാറ്റ് ഈസ് 0 ഇൻറ്റു 0 0 എന്ന് വരും. ദാറ്റ് ഈസ് 2 cos 5t1 മൈനസ് t2. ഈ എഴുതിയേക്കുന്നതിൽ ഈ ഒരു പോർഷനിൽ കോസ് ആണെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം എഴുതിയേക്കുന്നത് സെയിം ആണ്. നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനിത് മൊത്തത്തിൽ ഈ മൊഡ്യൂൾ മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം തന്നെ 28 മിനിറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ഒത്തിരി ലെങ്തായി പോവും. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേഷനറി പ്രോസസ്സാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.